ഫെഫ്ക ജനറൽ സെക്രട്ടറിയായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തുടരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറാൻ ഉണ്ണികൃഷ്ണൻ സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും കൊച്ചിയിൽ ചേർന്ന ജനറൽ കൗൺസിൽ യോഗം രാജി തീരുമാനം അംഗീകരിച്ചില്ല. നേതൃസ്ഥാനത്ത് തുടരണമെന്ന ജനറൽ കൗൺസിൽ തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. 18 വർഷമായി അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ശരിയല്ലെന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാൻ താൻ ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നതോടൊപ്പം അംഗങ്ങളെ അവകാശബോധമുള്ളവരാക്കി മാറ്റാൻ കഴിഞ്ഞതുൾപ്പെടെ സംഘടന സുശക്തമായ നിലയിലാണ്. ഈ സാഹചര്യത്തിൽ താൻ നേതൃസ്ഥാനത്തിന് വേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായി ആഗ്രഹിച്ചതെങ്കിലും ജനറൽ കൗൺസിൽ അത് അംഗീകരിച്ചില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 18 വർഷത്തിൽ കൂടുതലൊന്നും ഒരാൾ ഒരു നേതൃപദവിയിൽ ഇരിക്കരുത്. 18 വർഷമൊക്കെ തന്നെ അക്രമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം സിറ്റി സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് 2 പേർ കൂടി അത് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. അവർ കണ്ടത് ഒരു തരത്തിലുള്ള മാറ്റവും അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. സുമതി വളവ് സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം നിർഭാഗ്യകരമാണ്. നടന്മാർ അമിതാധികാര പ്രയോഗം നടത്തരുതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സംവിധാനം ചെയ്ത ഒരു നടനെന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം കാര്യമാണ്. ഞങ്ങളുടെ എഡിറ്റേഴ്സ് യൂണിയനിലെ സെക്രട്ടറി പറഞ്ഞത് ഈ നടന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് എഡിറ്റ് ചെയ്ത് അവരൊരു വഴിയാവുന്നു എന്നാണ് പറയുന്നത്. സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താൽ മതി. കൈരളി ന്യൂസ്, കൊച്ചി.